Hello, guys. Good morning and welcome back to Sunshine. Mama, bro. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം ഡേന്റെ ഒരു കുഞ്ഞ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വർക്ക് ചെയ്യണം, ഇസീനെ നോക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യണം, എല്ലാം പറ്റണം എന്നില്ല. അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണ്. കാരണം ഇസിക്ക് കിൻഡർ ഗാർഡനിൽ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇക്ക ഓൾറെഡി വർക്കിംഗ് ഫ്രം ഹോം ആണ്. അപ്പോൾ തനിച്ച് ഇസീനെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, വർക്കും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനും വർക്ക് ഫ്രം ഹോം എടുക്കും. സോ ദാറ്റ് എൻ്റെ മീറ്റിംഗ്സ് ഉള്ള സമയത്ത് ഇക്ക നോക്കും, ഇക്കയുടെ മീറ്റിംഗ്സ് ഉള്ള സമയത്ത് ഞാൻ നോക്കും. കോമൺ ആയിട്ട് രണ്ടുപേർക്കും മീറ്റിംഗ്സ് വരുന്ന സമയത്താണ് ഞങ്ങൾ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിപ്പം ഫുഡ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മെസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ തൽക്കാലം എനിക്കും ഇക്കാക്കും ഉള്ള ഫുഡ് ഞങ്ങൾ അവിടത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അവർ കൊണ്ടുവരും. ഇസിക്കുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ തന്നെയാണ് ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് ഇസിയുടെ ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അവന് വലിയ കാര്യങ്ങളായിട്ടൊന്നും വേണ്ടല്ലോ, അങ്ങനെ മസാല ഒന്നും വേണ്ട. എഗ്ഗ്, പിന്നെ റാഗി ദോശ, അപ്പം, ഇഡ്ലി, പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നെയാണ് ഇസിക്ക് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ചായ കുടിച്ചു. ഇസിക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ നഗറ്റ്സ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇത് ഒട്ടും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല രാവിലെ തന്നെ ഇത് കഴിക്കുന്നത്. പക്ഷെ അറിയാലോ, സം പോയിന്റ് നമുക്ക് ചിലപ്പോൾ അവരുടെ വാശിക്ക് നിന്ന് കൊടുക്കേണ്ടി വരും. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ ഇസിയുടെ മൂഡ് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇസീനെ ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വർക്കിന് കയറി. അപ്പോൾ കുറച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ ഞാൻ കുറച്ച് പൊമഗ്രനേറ്റ്സും കൂടെ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കി വർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു വലിയ പണി ഒഴിഞ്ഞു കിട്ടിയതെന്ന് വെച്ചാൽ മെസ്സിൽ ഫുഡ് കൊടുത്തത് കൊണ്ടാണ്. അതൊരു വീട് തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടും. ഉച്ചയ്ക്കാണെങ്കിലും ചോറും തോരനും കറിയും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന കഴക്കൂട്ടം, കുളത്തൂർ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പെർട്ടിക്കുലർ മെസ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ നമ്പറോ ഡീറ്റെയിൽസോ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് മീറ്റിംഗ്സും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈം, എനിക്ക് മീറ്റിംഗ് ഉള്ള ടൈം ഇക്ക ഇസീനെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇസീനെ എന്തിലെങ്കിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇരുത്തിയിരിക്കും. ലൈക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെയിന്റിങ്, ഡ്രോയിങ്, കളറിങ് അതൊക്കെയാണ്. TV ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ പോലും TV-യിൽ അവന് ഡിസ്ട്രാക്ഷൻ കൂടുതലാണ്. അവനൊരു സമയം കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പൊ കൂടുതലും നമ്മൾ കളറിങ് ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഭയങ്കര ഒരു ഐഡിയൽ ലൈഫാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയും, ഭയങ്കര ഐഡിയൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. മേ ബി കുറച്ചൊക്കെ ഞങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ. പക്ഷെ ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് ആവാറില്ല. പലപ്പോഴും ചില ദിവസങ്ങളിൽ അവൻ പെയിന്റ് ചെയ്യും. ഇന്നലെ ആക്ച്വലി പെയിന്റ് ചെയ്ത് ഞങ്ങളുടെ വീടൊക്കെ പെയിന്റ് ചെയ്തു അവൻ. അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇറ്റ് ഹാപ്പൻസ്. അപ്പം ആ സമയത്ത് എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ ആവും. കാരണം എനിക്കും വീട് ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നമുക്ക് ഇസിക്കൊന്നും തീരെ അവനെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ല. കാരണം TV-യിലും കാർട്ടൂൺസിലും ഒക്കെ പെയിന്റിലൊക്കെ നമ്മൾ കൈ ഡിപ്പ് ചെയ്ത് വാൾസിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടല്ലോ, അതുപോലെ അവൻ ട്രൈ ചെയ്തതാണ് ആക്ച്വലി. കയ്യിലും കാലിലും ഒക്കെ പെയിന്റ് ചെയ്തിട്ട് അതെല്ലാം വാൾസിലാക്കാൻ ഉള്ള ഒരു ട്രൈ ഒക്കെ ഇന്നലെ അവൻ ചെയ്തു. ഞാനത് കമ്മിങ് വീഡിയോസിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം അറിയാവുന്നവർ ഓൾറെഡി എൻ്റെ സ്റ്റോറി കൂടെ അത് കണ്ടു കാണും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഡേ പോകുന്നത്. ഇപ്പൊ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് അവനെയും എൻഗേജ് ചെയ്യിപ്പിക്കണം, അറ്റ് ദ സെയിം ടൈം എന്റെ പണിയും നടക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോൾസ് വരും. ഞാനിപ്പോൾ പുതിയൊരു പ്രൊജക്റ്റിലോട്ട് കയറിയിട്ടേ ഉള്ളൂ, പുതിയൊരു ടീമിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സമയം അതെനിക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ ഇസിക്ക് വേണ്ടി പയറ് മുളപ്പിക്കാൻ വെക്കണമായിരുന്നു. അപ്പോൾ പയറ് ഞാൻ കഴുകി രണ്ട്
അല്ല, അരക്കപ്പ് പയറാണ് ഈസിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത്. അതൊരു ദിവസം ഒരു 12 hours ഒക്കെ മുളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ അതിനെ ബോയിൽ ചെയ്ത് ഈസിക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. കഴിക്കുമോ ഇല്ലെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, അത് അവൻ്റെ അന്നത്തെ മൂഡ് പോലെ ഇരിക്കും. പിന്നെ ഡെയിലി ഞാൻ നിൽക്കുന്ന ദിവസം എന്തെങ്കിലും അവന് ഹെൽത്തി ആയിട്ട് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ അമ്മമാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ വർക്കിംഗ് അമ്മ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഹോം മേക്കർ ആയിക്കോട്ടെ, കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം മ്യൂസിക് TV ഒക്കെ കാണാനുള്ള ടൈമാണ്. അവൻ ഡെഡ് പൂളിൻ്റെ ഡാൻസ് ഒക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-7:30 ഒക്കെ ആയി. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി ഈസിക്ക് ഒരു കുഞ്ഞ് ക്രിസ്മസ് സർപ്രൈസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈസി ഉറങ്ങിയതിന് ശേഷം ഞാനും ഇക്കായും കൂടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈസിക്ക് ആക്ച്വലി ഈ സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ സാന്റയുടെ ഒക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. സാന്റ നല്ല കുട്ടികൾക്ക്, അനുസരണയുള്ള കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് അനുസരണയുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിരിക്കണം, എല്ലാം പറയുന്നത് കേൾക്കണം, നല്ലത് മാത്രം ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില സമയം വിജയ് ഭയങ്കര എക്സൈറ്റഡ് ആവും. അവൻ തന്നെ പറയും ഞാൻ നല്ല കുട്ടിയാണ്, എനിക്കിപ്പോൾ സാന്റ ഗിഫ്റ്റ് കൊണ്ട് തരുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ആക്ച്വലി അവൻ കിടന്നുറങ്ങിയത്. ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനൊരു കുഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ട് അവൻ ഉണർത്തി കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവൻ്റെ മുഖത്ത് അതൊട്ടും പ്രകടമല്ലായിരുന്നു. പക്ഷെ രാത്രി കിടക്കാൻ സമയം അവൻ ഇങ്ങനെ താങ്ക് യു സാന്റ, ഞാൻ നല്ല കുട്ടിയായിരിക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ അവൻ രാത്രി പറയുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. ഞാനാണ് ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കേട്ടോ. ഇതിന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ് ഞാനാണ് എടുക്കുന്നത്. ഈസി വരുന്നതിന് മുന്നേ ഞാൻ ഇക്കാക്കായിരുന്നു ഈ സർപ്രൈസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈസി വന്നതിന് ശേഷം ഇക്കാക്ക് ഞാൻ കൊടുക്കുന്നത് നല്ലോണം കുറഞ്ഞു. ഇൻസ്റ്റഡ് ഞാൻ ഈസിയാണ് കൂടുതലും ഇങ്ങനെ ഹാപ്പിയാക്കി പാമ്പർ ചെയ്ത് വെക്കാൻ നോക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. എപ്പോഴും ഈസിയുടെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉള്ളൊരു ദിവസമാണ്. അതിൽ 2 വശങ്ങളുണ്ട്. ഡേ സ്റ്റാർട്ട്സ് വിത്ത് ഭയങ്കര ഹാപ്പിനെസ് ആൻഡ് എനർജി. പക്ഷെ ഒരു ഉച്ചയൊക്കെ ആകുമ്പം തന്നെ ഇസീനെ ഡീൽ ചെയ്യുക, വർക്ക് ഡീൽ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അപ്പോൾ എൻ്റെ ബാറ്ററി ഫുൾ ഡ്രെയിൻഡ് ഔട്ട് ആയി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ. അതൊരു വർക്കിംഗ് ഡേ ആണെങ്കിലും അല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണെങ്കിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഒരുപാടൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം എന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, വലിയൊരു പണി എനിക്ക് ഇല്ലാതിരിക്കുന്നത് കിച്ചൺ പണി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.